ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. പിന്നെ കുറേ ജിഹാദികളും. ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ റിയലല്ല, അതൊക്കെ BJP RSSൻ്റെ പ്രൊപ്പഗണ്ടയാണ്, അവർ പടച്ചുണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ആരിഫ് ഹുസൈൻ തെരുവത്ത്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ കോയ കോളിംഗ് പരിപാടി നടത്തുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി വിളിച്ചു, ആൾ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. അതിനെപ്പറ്റി ആ കുട്ടി അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒക്കെ പുള്ളിക്കാരൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അത് പറയുന്നത് എക്സാക്ട്ലി കേരള സ്റ്റോറിയിലെ കഥയായിരുന്നു. ഈ കുട്ടി ആലുവ സ്വദേശിനിയാണ്, ഹിന്ദു മതത്തിൽ നിന്ന് വന്നതാണ്. പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ്, ഒരു മുസ്ലിം സ്ഥാപനമായിരുന്നു, മുസ്ലിമുകളുടെ സ്ഥാപനമായിരുന്നു. അവിടെ പുള്ളിക്കാരിയേ ഉള്ളൂ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അന്യമതസ്ഥർ, ബാക്കിയെല്ലാം മുസ്ലിംസാണ്. ഇവർ നല്ല ഇസ്ലാമിൻ്റെ നല്ല മെയിൻ നന്മയും ഒക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇതിലോട്ട് ആകൃഷ്ടയാക്കി. ഈ കുട്ടിക്ക് പിന്നെ അവിടെ തന്നെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മതം മാറ്റാനായിട്ടുള്ള സ്ഥലവും എല്ലാം കൊണ്ട് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ഈ സ്ഥാപനത്തിലുള്ളവർ തന്നെ ഈ കുട്ടിയെ സത്യസരണിയിൽ കൊണ്ടുപോയി വിട്ടു. 2 മാസത്തെ കോഴ്സ് അത് കഴിഞ്ഞ് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുക. പിന്നെ ഈ കുട്ടിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട അവർക്ക്. ഈ കുട്ടിക്ക് തന്നെ ഒരു ചിന്ത ഇവർ ഉള്ളിൽ കുത്തിവെച്ചു. കാരണം ഞാൻ ഇസ്ലാം സ്വീകരിക്കാതെ അവരുടെ വീട്ടിലോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ ആ ഒരു ട്രാപ്പിലാക്കി. അങ്ങനെ ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് ഈ കുട്ടിക്ക് അത് കഴിഞ്ഞ് അവസാനം മതം മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിയെ പിന്നെ ഈ ഇഷ്ടപ്പെട്ട ആളുടെ കുടുംബക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഇത് പറയുന്നു. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഈ ഇഷ്ടത്തിൻ്റെ പേരിൽ ഈ മതം മാറണമെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അന്ന് അങ്ങനെ ഒരാൾ നിങ്ങളുടെ ആണാണോ പെണ്ണാണോ പറയുവാണെങ്കിൽ അന്ന് ഈ പരിപാടി നിർത്തിക്കോണം. ഈ മതം മാറ്റിയിട്ടുള്ള ഇഷ്ടം വേണ്ട, അല്ലാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മതി. ഈ മതം കണ്ടിട്ടല്ല നിങ്ങൾ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ മതത്തിലോട്ട് വരിക, ഫോഴ്സ് ചെയ്യുക, പറയുക, അതുകൊണ്ട് നിർത്തുക പറ്റത്തില്ല. അല്ലെ പിന്നെ രണ്ടുപേരുടെയും മതമായിട്ട് പോവുകയാണെങ്കിൽ മതി. അല്ലാതെ മതപരിവർത്തനം ചെയ്തിട്ടേ ഞാൻ നിന്നെ കെട്ടുള്ളൂ, എൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തുക. മതപരിവർത്തനം അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഇഷ്ടമല്ലല്ലോ പിന്നെ നടക്കുന്നത്. ആളുടെ ആരാണോ മതപരിവർത്തനം എന്ന് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന അവരുടെ ഇഷ്ടമല്ല പിന്നെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ കപ്പിൾസിനോടും 2 മതത്തിൽ ഏത് മതത്തിൽ നിന്നാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ. മതം ഇല്ലാതെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെങ്കിൽ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. ഈ ഇഷ്ടപ്പെടുന്ന തുടക്ക സമയത്തൊക്കെ അറിയത്തില്ല ഇത് അന്യമതത്തിൽ നിന്നുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇത് പിന്നെയും നിങ്ങൾ ഇത് തന്നെ ചെയ്യുന്ന പരിപാടി. എന്നിട്ട് ലവ് സ്റ്റോറി ഇല്ല, ലവ് ജിഹാദ് അത് സംഭവം ഇല്ല. ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ അതൊക്കെ പ്രൊപ്പഗണ്ട, BJP RSSൻ്റെ പ്രൊപ്പഗണ്ട എന്നല്ലേ പറയുന്നത്. പിന്നെ എനിക്കൊരു ഹൈലൈറ്റ് വേറെ ഒരു സംഭവം ഈ വീഡിയോയിൽ, ആരിഫ് ഹുസൈൻ്റെ വീഡിയോയിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇവർ പൊന്നാനിയിൽ ആദ്യം ഒരിടത്ത് ഇവർ പോയായിരുന്നു, പോകാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചത്, പൊന്നാനിയിൽ ഈ മതപരിവർത്തന കേന്ദ്രം. അപ്പോൾ അപ്പോൾ പുള്ളിക്കാരി പിന്നെ സത്യസരണിയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് കുറേ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നവർ ഈ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് ഞാൻ തന്നെ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ഓഡിയോയിൽ കേൾക്കാം. അതിനുശേഷമാണ് 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എക്സാം ഉണ്ട്, ആ സമയത്താണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇങ്ങനെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഇങ്ങനെ മാരേജ് ചെയ്ത് എല്ലാരും വിടുന്നുണ്ട്. അവസാന ടൈമില് മാരേജ് അവിടെ തന്നെ നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് വിടണേ. നമുക്കറിയില്ലല്ലോ. കേരള സ്റ്റോറി മൂവിയിൽ കാണുന്ന മാതിരി തന്നെയാണ്. അതെങ്ങനെയാ? കേരള സ്റ്റോറിയിൽ ഇതേപോലല്ലേ, ഒരു പള്ളിയിൽ ഇരുത്തിയിട്ടാണല്ലോ അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചു വിടുന്നത്. മൂവി കണ്ടില്ലേ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് അതിൽ കണ്ടത് നിങ്ങളുടെ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയണം.
നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കില് അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയ നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവിടെ നിന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഓതനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞേ ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, എക്സാം അവിടേനൊക്കെ മുന്നേ ഞങ്ങൾ ഓടിപ്പോകുന്നു, അതൊരു ജയിലാണ്, അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾക്കൊന്നും പറ്റൂല അവിടെ നിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അപ്പൊ നമ്മുടെ കഥയുടെ ബാക്കി എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല. നിങ്ങൾക്ക് ബാക്കി പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ആരിഫ് ഹുസൈൻ തെരുവത്ത്. അതിൻ്റെ അകത്ത് കോയാക്കോളിയും പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ് ലവ് ജിഹാദ്. ഇനിയായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതില്ല ഇത് BJPയുടെ പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഇന്ത്യയിൽ നടക്കുന്നുമുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർ ആരിഫ് ഹുസൈൻ്റെ വീഡിയോസ് കാണുക. പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ താങ്ക് യു.